SSCയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. റംസി, അജ്മൽ, മുരുകേശൻ, വിഷ്ണുരാജ്, സുരേഷ് ബാബു എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം സ്വദേശി അഞ്ജലിയിൽ നിന്നും 9 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. തമിഴ്നാട് സ്വദേശികളിൽ നിന്നടക്കം പ്രതികൾ സമാന രീതിയിൽ കോടികൾ തട്ടിയെടുത്തതായി പോലീസ് പറയുന്നു. 2024 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം. ISROയ്ക്ക് കീഴിലുള്ള തുമ്പ VSSCയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഡിഗ്രി യോഗ്യതയുള്ള അഞ്ജലി ഭർത്താവിന്റെ സുഹൃത്ത് വഴിയാണ് മുഖ്യപ്രതി റംസിയെ പരിചയപ്പെട്ടത്. ISROയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണെന്നും VSSCയിൽ ജോലി തരപ്പെടുത്താൻ 9 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപ റംസി കൈപ്പറ്റി. ബാക്കി തുക പല തവണകളായി അക്കൗണ്ടിലേക്കും വാങ്ങി. ഇതിനിടെ 4-ാം പ്രതി വിഷ്ണുരാജ് ISROയിലെ സീനിയർ സയന്റിസ്റ്റ് സുരേഷ് മാത്യു എന്ന വേഷം കിട്ടി അഞ്ജലിയെ ബന്ധപ്പെട്ടു. മെഡിക്കൽ പരിശോധനാ ഫലം ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. ഇതോടെ പ്രതികൾ അഞ്ജലിയുടെ വിശ്വാസം ആർജിച്ചു. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് കൂടുതൽ അന്വേഷണം നടത്തി ഇതിലേക്ക് തട്ടിപ്പ് നടത്തിയ പൈസയെ കണ്ടെടുക്കുന്നതിനും ഈ സർട്ടിഫിക്കറ്റുകൾ ആളുകൾക്ക് നൽകിയത് മറ്റേതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതാണ്. അതുകൂടാതെ ധാരാളം പരാതികൾ ഇനിയും വരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ റംസിയും 2-ാം പ്രതി അജ്മലും പരാതിക്കാരിയുടെ വീട്ടിലെത്തി വ്യാജ നിയമന ഉത്തരവും നൽകി. സുരേഷ് മാത്യു ബന്ധപ്പെടുന്നതുവരെ നിയമന ഉത്തരവ് തുറന്നു നോക്കരുതെന്നും നിർദ്ദേശിച്ചു. മാസങ്ങൾ പിന്നിട്ടിട്ടും അഞ്ജലിയെ ആരും ബന്ധപ്പെട്ടില്ല. അക്ഷമയായ പരാതിക്കാരി ഉത്തരവ് പരിശോധിക്കുകയും നിയമന ഉത്തരവ് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അഞ്ജലിയോട് കാത്തിരിക്കാൻ പ്രതികൾ ആവശ്യപ്പെട്ടു. അതിനിടയിലാണ് റംസിയും 3-ാം പ്രതി മുരുകേശനും ജോലി വാഗ്ദാനം ചെയ്ത് 2 കോടിയോളം രൂപ തട്ടിയെടുത്ത വാർത്ത പരാതിക്കാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അഞ്ജലി വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതികളിൽ നിന്ന് വ്യാജ നിയമന ഉത്തരവുകളും ID കാർഡുകളും VSSC തുമ്പയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ISRO എന്നിവയുടെ വ്യാജ സീലുകളും പോലീസ് കണ്ടെത്തി. ആറ്റിങ്ങൽ സ്വദേശികളായ 4-ാം പ്രതി വിഷ്ണുരാജ്, 5-ാം പ്രതി സുരേഷ് ബാബു എന്നിവരാണ് ഇവർ റംസിക്ക് തരപ്പെടുത്തി നൽകിയത്. പ്രതികളിൽ നിന്നും ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, നിരവധി സിം കാർഡുകൾ എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സമാന കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ ഇവർ മാസങ്ങളായി ഒളിവിലായിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.